GITന്റെ മൊഡ്യൂൾ 2 ടോപ്പിക്സ് നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഇൻസിറ്റു ഡെൻസിഫിക്കേഷൻ, പിന്നെ ഡൈനാമിക് കോമ്പാക്ഷൻ, അതിൻ്റെ പ്രൊസീജിയർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് മെയിൻ ആയിട്ട് വൈബ്രേഷൻ ടെക്നിക്സ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഡീപ്പ് കോമ്പാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ടോപ്പിക്കാണ് ഇൻസിറ്റു ഡെൻസിഫിക്കേഷൻ. ഇൻസിറ്റു ഡെൻസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഫീൽഡ് ഡെൻസിഫിക്കേഷൻ ആണ്. ഓക്കെ, കോമ്പാക്ഷൻ നമുക്കറിയാം. നമ്മൾ കോമ്പാക്ഷൻ ചെയ്യുമ്പോൾ ശരിക്കും എന്താ പറ്റുന്നത്, ഇങ്ങനെ സോയിൽ പാർട്ടിക്കിൾസ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഇതേപോലെ വോയിഡ്സ് ഉണ്ടാവും അല്ലേ. അപ്പം നമ്മൾ കുറച്ച് വാട്ടർ ആഡ് ചെയ്തിട്ട് കോമ്പാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഈ എയർ വോയിഡ്സ് എല്ലാം എക്സ്പെൽ ആയിട്ട് സോയിൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ അടുത്ത് വരും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സോയിലിനെ ഡെൻസിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ശരിക്കും കോമ്പാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ സോയിൽ ഈസ് ഡെൻസിഫൈഡ് ത്രൂ എക്സ്റ്റേണൽ കോമ്പാക്റ്റീവ് എഫേർട്ട്. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കോമ്പാക്ഷൻ അല്ലെങ്കിൽ കോമ്പാക്റ്റീവ് എഫേർട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഈ എയർ വോയിഡ്സിനെ എല്ലാം എക്സ്പെൽ ചെയ്തിട്ട് സോയിൽ പാർട്ടിക്കിൾസിനെ കുറച്ചുകൂടി അടുത്ത് അറേഞ്ച് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുവഴി എന്ത് ചെയ്യും, സോയില് ഡെൻസിഫൈ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസിറ്റു ഡെൻസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സൈറ്റിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ ലൊക്കേഷനിൽ ഇതേപോലെ സോയിലിനെ ഡെൻസിഫൈ ചെയ്തെടുക്കുന്നതിനാണ് ഈ ഇൻസിറ്റു ഡെൻസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് കൂടുതലായിട്ട് നമ്മൾ ഈ ചെയ്യുന്നത് ലൂസ് അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള ഗ്രാനുലാർ സോയിൽസിലൊക്കെയാണ്. ഇവിടെ അതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വിത്തൗട്ട് കോമ്പാക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും, സോയിൽ പാർട്ടിക്കിൾസ് എല്ലാം തമ്മിൽ ഗ്യാപ്പ് കൂടുതലായിരിക്കും, അവിടെ ഇങ്ങനെ സെറ്റിൽമെൻറ്റിനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതേസമയം തൊട്ടടുത്ത് കാണിച്ചേക്കുന്ന ഫിഗർ നോക്കിക്കുക, അത് കോമ്പാക്റ്റഡ് ആയിട്ടുള്ളൊരു സോയിലാണ്. അതിൻ്റെ മുകളിൽ നമ്മുടെ സ്ട്രക്ചറിന് എന്ത് ചെയ്യാം, നമ്മൾ സ്റ്റേബിൾ ആയിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഇൻസിറ്റു ഡെൻസിഫിക്കേഷൻ മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് വൺ വൈബ്രോ ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ വൈബ്രോ കോമ്പാക്ഷൻ, പിന്നെ ഡൈനാമിക് കോമ്പാക്ഷൻ, ബ്ലാസ്റ്റിംഗ്, കോമ്പാക്ഷൻ ഗ്രൗട്ടിംഗ്, റാപ്പിഡ് ഇമ്പാക്റ്റ് കോമ്പാക്ഷൻ. ഇതെല്ലാം കോമൺ ആയിട്ടുള്ള ഇൻസിറ്റു ഡെൻസിഫിക്കേഷൻ മെത്തേഡ്സ് ആണ്. ഇനി കോമ്പാക്ഷനെ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഷാലോ കോമ്പാക്ഷനും ഉണ്ട്, ഡീപ്പ് കോമ്പാക്ഷനും ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് ഷാലോ കോമ്പാക്ഷൻ അല്ലെങ്കിൽ സർഫസ് കോമ്പാക്ഷൻ. അതിലെന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, മെയിനായിട്ട് നമ്മൾ ഈ കോമ്പാക്ഷൻ കൊടുക്കുന്ന ഡെപ്ത് തന്നെയാണ്. ഈ ഷാലോ കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ 0 to 1 മീറ്റർ അല്ലെങ്കിൽ 0.1 മീറ്റർ to 1 മീറ്റർ ഡെപ്തിലൊക്കെയാണ് ഈ ഷാലോ കോമ്പാക്ഷൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് ഏർലിയസ്റ്റ് ആയിട്ടുള്ള, ചീപ്പസ്റ്റ് ആയിട്ടുള്ള ആൻഡ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ ഷാലോ കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് സോയിലിൻ്റെ ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഈ ഷാലോ കോമ്പാക്ഷൻ നമ്മൾ ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണെന്ന് വെച്ചാൽ, ടാമ്പിങ്, നീഡിങ്, വൈബ്രേറ്റിംഗ് ഓർ ഇമ്പാക്റ്റ്, ഈ വഴിയെല്ലാം നമുക്ക് ഈ സോയിൽ കോമ്പാക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ കൊഹസീവ് സോയിലാണ് ഇതേപോലെ കോമ്പാക്ഷൻ കൊടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന, ഈ കോമ്പാക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഷീപ്പ് ഫുഡ് റോളർ, റാമർ, ടാമ്പിംഗ് ഫുഡ് റോളർ എന്നൊക്കെ പറയുന്നത്. ഇനി അത് കൊഹഷൻലെസ് സോയിൽ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വൈബ്രേറ്ററി റോളർ, വൈബ്രേറ്ററി പ്ലേറ്റ് കോമ്പാക്ടർ ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ കോമ്പാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, എന്താ പറ്റുക, ഈ ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ കുറയും, പിന്നെ കൺസ്ട്രക്ഷൻ ഡിലേസ് വരും, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഷാലോ കോമ്പാക്ഷൻ എന്ന് വെച്ചാൽ മെയിൻലി ലിമിറ്റഡ് ഡെപ്തിൽ അല്ലെങ്കിൽ ഈ സർഫസ് ലെവലിൽ നമ്മൾ കൊടുക്കുന്ന കോമ്പാക്ഷനാണ് എന്ത്, ഷാലോ കോമ്പാക്ഷൻ അല്ലെങ്കിൽ സർഫസ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് അതിൻ്റെ ഡെപ്ത് വരുന്നത് ഒരു 1 മീറ്റർ വരെയെല്ലാമാണേ. ഇപ്പം നമ്മൾ പറഞ്ഞ ഷാലോ കോമ്പാക്ഷൻ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് ആണിത്. റോളേഴ്സ്, ടാമ്പേഴ്സ്, റാമേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഇനി റോളേഴ്സ് ആണെങ്കിൽ അതിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, പലതരത്തിലുള്ള റോളേഴ്സ് ഉണ്ട്. അതാണ് സ്മൂത്ത് വീൽ റോളർ, ന്യൂമാറ്റിക് റോളർ, ഷീപ്പ് ഫുഡ് റോളർ, വൈബ്രേറ്ററി റോളർ എന്നൊക്കെ പറയുന്നത്. ഈ ടാമ്പേഴ്സ് ആണെങ്കിൽ അതും പ്ലേറ്റ് ടാമ്പേഴ്സ് ഉണ്ട്, ജമ്പിങ് ജാക്ക് ടാമ്പേഴ്സ് ഉണ്ട്. ഈ ടാമ്പേഴ്സ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് സ്മോൾ ആയിട്ടുള്ള കൺഫൈൻഡ് ഏരിയാസിലൊക്കെ ആയിരിക്കും. പിന്നെ അടുത്തതാണ് റാമേഴ്സ്. അത് നമുക്ക് മാനുവലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മോട്ടറൈസ്ഡ് ആയിരിക്കാം. അത് നമ്മൾ
കൂടുതലായിട്ടും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത് കൊഹസീവ് സോയിലിൻ്റെ കോമ്പാക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പറയുന്ന എക്യുപ്മെൻറ്റ്സ് എല്ലാം സർഫസ് കോമ്പാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ആണ്. ഇതാണ് അതിൻ്റെ ഫിഗർ. ഇതൊരു റോളറിൻ്റെ ഫിഗറാണ്. ഇതാണ് ടാമ്പേഴ്സ്, പിന്നെ ഇത് റാമേഴ്സ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് കോമ്പാക്ഷൻ ആണ് ഡീപ്പ് കോമ്പാക്ഷൻ. ഇപ്പോൾ സർഫസ് കോമ്പാക്ഷൻ നമ്മൾ പറഞ്ഞു, സെക്കൻഡ് വൺ ആണ് ഡീപ്പ് കോമ്പാക്ഷൻ. ഡീപ്പ് കോമ്പാക്ഷൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഹൈ ലെവൽസ് ഓഫ് കംപ്രസീവ് എനർജി കൊടുത്തിട്ടാണ് സോയിലിനെ കോമ്പാക്ട് ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡീപ്പ് കോമ്പാക്ഷൻ പേര് കേൾക്കുന്നത് പോലെ തന്നെ ഗ്രേറ്റർ ഡെപ്തിലേക്കാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ് ടു 30 meters അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡെപ്ത് വരുന്ന കേസിൽ സോയിലിനെ കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡീപ്പ് കോമ്പാക്ഷൻ മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ ലൂസ് ആയിട്ടുള്ള വീക്ക് ആയിട്ടുള്ള സോഫ്റ്റ് സോയിൽസിലൊക്കെയാണ് ഇത് കൊടുക്കുക. പിന്നെ ഈ ഹെവി സ്ട്രക്ചേഴ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യേണ്ട സമയത്ത് ഹെവി ആയിട്ടുള്ള ബിൽഡിങ്സും ബ്രിഡ്ജസും ഒക്കെ വരുന്ന കേസിലാണ് നമ്മൾ ഡീപ്പ് കോമ്പാക്ഷൻ ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് അതിൻ്റെ ആ ഒരു ഡെപ്തിൻ്റെ റേഞ്ചാണ്. ഇനി ഇത് രണ്ടും കൂടി, ഈ ഷാലോ കോമ്പാക്ഷനും ഡീപ്പ് കോമ്പാക്ഷനും കൂടിയുള്ള ഒരു കമ്പാരിസൺ ടേബിളാണിത്. നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഡെപ്ത് റേഞ്ച് ആണ്. ഷാലോ കോമ്പാക്ഷൻ ആണെങ്കിൽ 0 to 1 meter ഡെപ്ത് സോയിൽ കോമ്പാക്ട് ചെയ്യാനായിരിക്കും. ഡീപ്പ് കോമ്പാക്ഷൻ ആണെങ്കിലോ 1 meter to 30 meters അല്ലെങ്കിൽ 30 meterൽ എബവ് കോമ്പാക്ട് ചെയ്യാൻ നമുക്കത് ഉപയോഗിക്കാം. പിന്നെ ഷാലോ കോമ്പാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മളിപ്പോൾ കണ്ടായിരുന്നു ചിത്രത്തിൽ, റോളേഴ്സ്, റാമേഴ്സ്, ടാമ്പേഴ്സ് ഒക്കെ. ഇനി ഡീപ്പ് കോമ്പാക്ഷൻ ആണെങ്കിലോ നമ്മൾ വൈബ്രോ ഫ്ലോട്ട്, ക്രെയിൻസും ക്രെയിൻ്റെ കൂടെ നമ്മൾ വെയിറ്റ് ഹൈ ഇമ്പാക്റ്റിൽ ഇടുകയാണ് ചെയ്യുക. പിന്നെ ഗ്രൗണ്ട് പമ്പ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. സോയിൽ ടൈപ്പ് പറയുകയാണെങ്കിൽ ഷാലോ കോമ്പാക്ഷൻ നമുക്ക് മോസ്റ്റ്ലി എല്ലാ ടൈപ്പ് സോയിലും ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഡീപ്പ് കോമ്പാക്ഷൻ നമ്മൾ മോസ്റ്റ്ലി ഗ്രാനുലാർ സോയിൽസിലൊക്കെയാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻ ഏരിയ നോക്കുകയാണെങ്കിൽ ഷാലോ കോമ്പാക്ഷൻ റോഡ് ബെഡ്സിൽ, സ്മോൾ ഫൗണ്ടേഷൻസിലൊക്കെ നമുക്ക് ചെയ്യാം. ഡീപ്പ് കോമ്പാക്ഷൻ ആകുമ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ലാർജ് സ്ട്രക്ചേഴ്സിലും സോഫ്റ്റ് സൈറ്റ്സ്, റീക്ലെയിംഡ് ലാൻഡ്സ് അതുപോലുള്ള ഏരിയാസിലാണ് നമ്മൾ ഡീപ്പ് കോമ്പാക്ഷൻ കൊടുക്കുന്നത്. ഇനി അടുത്ത് പറയുന്നത് അതിൻ്റെ വൈബ്രേഷൻ സെൻസിറ്റിവിറ്റി ആണ്. ഷാലോ കോമ്പാക്ഷൻ ആണെങ്കിൽ സർഫസ് വൈബ്രേഷൻസ് ആണത് ഉണ്ടാക്കുക. ഈ ഡീപ്പ് കോമ്പാക്ഷൻ്റെ കേസിൽ വരുമ്പോൾ മെത്തേഡ്സ് ലൈക്ക് ഗ്രൗട്ടിംഗ് ആർ ലോ വൈബ്രേഷൻ. അത് രണ്ടും തമ്മിലുള്ള ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ്. ഇനി നമുക്ക് അടുത്തത് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പ്രോപ്പർട്ടീസ് ഓഫ് കോമ്പാക്റ്റഡ് സോയിൽ. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, കോമ്പാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ എന്താണ് സംഭവിക്കുന്നത്, ഈ സോയിലുള്ള എയർ വോയിഡ്സ് എക്സ്പെൽ ചെയ്തിട്ട് സോയിൽ പാർട്ടിക്കിൾസ് അടുത്ത് വന്ന് അത് ഡെൻസിഫൈ ആവുകയാണ് ചെയ്യുക. അങ്ങനെ സോയിൽ ഡെൻസ് ആകും. ഇത് നമ്മുടെ കോമ്പാക്ഷൻ കർവ് ആണ്. ഇത് നിങ്ങൾ ഓൾറെഡി GE ലാബിൽ ചെയ്തിട്ടുണ്ടാവും. കോമ്പാക്ഷൻ സോയിൽ കോമ്പാക്ഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ GEയിൽ ഓൾറെഡി പഠിക്കുന്നതാണിത്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കോമ്പാക്ഷനെ പറ്റി പഠിക്കുന്നതുകൊണ്ട് തന്നെ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാഫ് നമുക്ക് വരച്ചു കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ എളുപ്പമാവും. അതുകൊണ്ട് ഈ ഗ്രാഫ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കാം. അപ്പോൾ കോമ്പാക്ഷൻ കർവിൻ്റെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ എക്സ് ആക്സിസിൽ മോയ്സ്ചർ കണ്ടന്റും വൈ ആക്സിസിൽ ഡ്രൈ ഡെൻസിറ്റിയും റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഗ്രാഫാണിത്. അപ്പം നമുക്കറിയാം, നമ്മൾ കോമ്പാക്ഷൻ ചെയ്യുന്ന സമയത്ത് വാട്ടർ ആഡ് ചെയ്തിട്ട് കോമ്പാക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ കോമ്പാക്ഷൻ ചെയ്ത് ഒരു പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി കിട്ടും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോയ്സ്ചർ കണ്ടന്റ് ആണ് എന്ത്, ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്, OMC എന്ന് പറയുന്നത്. അതായത് ഈ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് സോയിലുള്ളപ്പോഴാണ് ഈ ഡ്രൈ ഡെൻസിറ്റി കൂടുതലായിട്ടുണ്ടാവുക. അതാണ് കോമ്പാക്ഷന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചർ കണ്ടന്റ്. അതിലായിരിക്കും നമുക്ക് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ കർവ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതുമായിരിക്കും. അപ്പോൾ അതെന്താണെങ്കിലും പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. എന്തൊക്കെ പ്രോപ്പർട്ടി എങ്ങനെയൊക്കെ അഫക്റ്റ് ആവും എന്നുള്ളത്. അപ്പോൾ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ അതിൽ പെർമിയബിലിറ്റി, കംപ്രസിബിലിറ്റി, ഷിയർ സ്ട്രെങ്ത്, സോയിൽ സ്ട്രക്ചർ, സ്വെല്ലിംഗ് ഓഫ് സോയിൽ, ഷ്രിങ്കേജ് ഓഫ് സോയിൽ, പോർ വാട്ടർ പ്രഷർ, സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ ഓഫ് സോയിൽ, ഇതെല്ലാം നമ്മൾ കോമ്പാക്ഷൻ കൊടുത്തു കഴിയുമ്പം ഏത് രീതിയിൽ മാറും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ,
ഫസ്റ്റ് വൺ ആണ് പെർമിയബിലിറ്റി. നമുക്കറിയാം നമ്മൾ ലൂസായി കിടക്കുന്ന സോയിലിനെ എന്ത് ചെയ്യാണ്, കോമ്പാക്ഷൻ കൊടുത്ത് ഡെൻസിഫൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും അവിടുത്തെ എയർ വോയിഡ്സ് എല്ലാം എക്സ്പെൽ ചെയ്ത് മാക്സിമം വോയിഡ്സ് എല്ലാം കുറഞ്ഞ് സോയിൽ പാർട്ടിക്കിൾസ് എന്തായിട്ടുണ്ട്, അടുത്തടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, പെർമിയബിലിറ്റി റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. ഇനി ഈ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ സോയിലിൻ്റെ ഡ്രൈ ഓഫ് ഒപ്റ്റിമവും വെറ്റ് ഓഫ് ഒപ്റ്റിമവും കൂടി വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പം ഈ ചിത്രം നമ്മൾ നോക്കാം. ഡ്രൈ സൈഡ്, ഒരു സോയിലിന് ഒരു ഡ്രൈ സൈഡും ഉണ്ട്, ഒരു വെറ്റ് സൈഡും ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു കോമ്പാക്ഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചർ കണ്ടന്റ്. അതിൽ കൂടുതൽ വെള്ളം ചെന്ന് കഴിയുമ്പോൾ എന്താ ചെയ്യുക, ശരിക്കും ഡ്രൈ ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി കുറയാണ് ചെയ്യുക. കാരണം പിന്നെ എന്താവുകയാണ്, ഈ സോയിലിൽ വാട്ടർ കൂടി കൂടി വരികയാണ് അല്ലേ ചെയ്യുക. അപ്പം ഡ്രൈ ഓഫ് ഒപ്റ്റിമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു സോയിൽ കണ്ടീഷൻ ആണ്. അത് OMCന്റെ താഴെ വരുന്ന ഭാഗത്തുള്ള ആ സോയിലിനാണ് ഡ്രൈ ഓഫ് ഒപ്റ്റിമം എന്ന് പറയാം. ഇനി വെറ്റ് ഓഫ് ഒപ്റ്റിമം എന്ന് വെച്ചാൽ ആ സോയിലിൽ എന്തായിരിക്കും, വെള്ളം ഉണ്ടായിരിക്കും. ഈ വെറ്റ് ഓഫ് ഒപ്റ്റിമം എന്ന് പറയുന്നത് OMCന്റെ അപ്പുറത്തെ ഭാഗത്ത്, അതായത് അത്യാവശ്യം നല്ല വെള്ളമുള്ള സോയിലാണ് എന്ത്, ഈ വെറ്റ് ഓഫ് ഒപ്റ്റിമം എന്ന് പറയുന്നത്. ഈ ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിലും വെറ്റ് ഓഫ് ഒപ്റ്റിമത്തിലും എന്ത് ചെയ്യും, പ്രോപ്പർട്ടീസ് മാറും. അതിനെക്കുറിച്ചും കൂടി ഇവിടെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഡ്രൈ ഓഫ് ഒപ്റ്റിമം ആണ് സോയിൽ എന്ന് വിചാരിക്കുക. അതായത് ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിലാണ് നമ്മൾ കോമ്പാക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഡ്രൈ ഓഫ് ഒപ്റ്റിമം എന്ന് വെച്ചാൽ ആ സോയിലിൽ വെള്ളം കുറവാണ് അല്ലേ. അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ശരിക്കും എന്താ ചെയ്യുക, വെള്ളം താഴേക്ക് വലിഞ്ഞു പോവും അല്ലേ. അപ്പൊ ആ കേസിൽ എന്താണ്, പെർമിയബിലിറ്റി കൂടുതലാണ്. നമുക്ക് ആ രണ്ട് രീതിയിലും ഇത് പഠിച്ചു വെക്കാനുണ്ട്. ജനറലി പറയുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത്, ഡെൻസിഫൈ ആയിട്ടുള്ള ഒരു സോയിലിന് പെർമിയബിലിറ്റി കുറയാണ് ചെയ്യുന്നത്. ഇനി രണ്ട് രീതിയിലും കൂടി നമുക്ക് ഈ പെർമിയബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം, ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിന്റെ കേസിലും വെറ്റ് ഓഫ് ഒപ്റ്റിമത്തിന്റെ കേസിലും. ഇപ്പൊ ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിന്റെ കേസിൽ ശരിക്കും എന്താ സംഭവിക്കുന്നത്, സോയില് ഡ്രൈ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതിനകത്തേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കഴിയുമ്പം അവിടെ എന്താണെങ്കിലും എന്ത് ചെയ്യും, ഈ വാട്ടർ അതിൻ്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിൽ കോമ്പാക്ട് ചെയ്യുന്ന ഒരു സോയിലാണെങ്കിൽ അതിനെന്തായിരിക്കും, പെർമിയബിലിറ്റി കൂടുതലായിരിക്കും. ഇനി അടുത്തതാണ് കംപ്രസിബിലിറ്റി. അതും നമ്മൾ പറയുന്ന പോലെ ഈ കംപ്രസിബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നമ്മൾ കൊടുക്കുന്ന ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക അല്ലേ. ആ ഒരു സോയിലിലേക്ക് എത്ര ലോഡ് വരുന്നു അതിനനുസരിച്ചാണ് ആ സോയിൽ കംപ്രസ് ആവുന്നത്. ശരിക്കും ജനറലി പറയുകയാണെങ്കിൽ എന്താണ്, കോമ്പാക്റ്റഡ് സോയിൽ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കോമ്പാക്ഷൻ കൊടുത്ത ആ സോയിലിനെ കംപ്രസ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്തേക്കൊരു എക്സ്റ്റേണൽ ലോഡ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ പ്രഷർ വന്നു കഴിയുമ്പോൾ അത് ഒരുപാടൊന്നും കംപ്രസ് ആവില്ല. അതുകൊണ്ട് തന്നെ കോമ്പാക്റ്റഡ് സോയിലിൽ ശരിക്കും കംപ്രസിബിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് രണ്ട് കേസ് നോക്കാം. വെറ്റ് ഓഫ് ഒപ്റ്റിമത്തിലും ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിലും എന്താണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളുടെ സോയില് കോമ്പാക്റ്റഡ് അറ്റ് വെറ്റ് ഓഫ് ഒപ്റ്റിമം ആണ് എന്ന് വിചാരിക്കുക. വെറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ കോമ്പാക്ട് ചെയ്തിട്ടുള്ള ഒരു സോയിലാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിലേക്ക് ഒരു ലോ പ്രഷർ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അത് ശരിക്കും കംപ്രസിബിൾ ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ഇപ്പം നിങ്ങൾ എന്നെ മനസ്സിൽ വിചാരിച്ചാൽ മതി, കുറച്ച് നനച്ചൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്ന ഒരു മണ്ണാണ്. കുറച്ചൊരു മണ്ണിങ്ങനെ നമ്മളൊരു ടേബിളിന്റെ മുകളിൽ വെച്ചു എന്ന് വിചാരിക്കുക. അതിന്റെ മുകളിലേക്ക് നമ്മളൊരു ചെറിയ ലോഡ് എടുത്ത് വെച്ചാൽ തന്നെ അത് ചിലപ്പോൾ ഒന്ന് താണു പോകും. അതാണ് ഇവിടെ ശരിക്കും പറയുന്നത്. ലോ പ്രഷർ റേഞ്ച് വരുമ്പോൾ തന്നെ വെറ്റ് ഓഫ് ഒപ്റ്റിമത്തിൽ കോമ്പാക്ട് ചെയ്തേക്കുന്ന ഒരു സോയിലിന് എന്താണ്, മോർ കംപ്രസിബിലിറ്റി ഉണ്ട് ദാൻ ഡ്രൈ ഓഫ് ഒപ്റ്റിമം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിൽ കോമ്പാക്ട് ചെയ്തേക്കുന്ന ഒരു സോയിലാണെന്ന് വിചാരിക്കുക. അതിന്റെ മുകളിലേക്ക് നമ്മൾ ചിലപ്പോൾ ഒരു ലോ പ്രഷർ ഒന്നും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കംപ്രസിബിൾ ആവണം എന്നില്ല. പക്ഷേ ഈ ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിൽ കോമ്പാക്ട് ചെയ്ത സോയിലിലേക്ക് ഹൈ പ്രഷർ അല്ലെങ്കിൽ ഹൈ ലോഡ് വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, അത് കംപ്രസിബിൾ ആവും. അപ്പൊ അത് രണ്ടുമാണ് വ്യത്യാസം. വെറ്റ് ഓഫ് ഒപ്റ്റിമത്തിൽ കോമ്പാക്ട് ചെയ്ത സോയിലാണെങ്കിൽ ലോ പ്രഷർ റേഞ്ച് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അത് മോർ കംപ്രസിബിൾ ആവും. അതേസമയം ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിലുള്ള സോയിലാണെങ്കിൽ അത് മോർ കംപ്രസിബിൾ ആവുന്നത് ഏത് കണ്ടീഷനിലാണ്, ഹൈ പ്രഷർ റേഞ്ച് വരുമ്പോഴാണ്. അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി. കുറച്ച് ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുന്ന സോയിൽ ഒന്ന് കംപ്രസ് ആവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, അതിനകത്തേക്ക് ഒരു ഹൈ പ്രഷർ റേഞ്ച് വരണം. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ് ഷിയർ സ്ട്രെങ്ത്. ഷിയർ സ്ട്രെങ്ത്തും എന്താ സംഭവിക്കുന്നത്, നമ്മൾ കോമ്പാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഷിയർ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഷിയർ ഫോഴ്സ്, ഓക്കെ, ഇൻക്രീസിംഗ് ദ റെസിസ്റ്റൻസ് ടു ഷിയർ ഫോഴ്സസ്. ഇതും ഈ പറഞ്ഞ പോലെ ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിനും വെറ്റ് ഓഫ് ഒപ്റ്റിമത്തിനും എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ
ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിൽ കോമ്പാക്ട് ചെയ്യുന്ന സോയിൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, ഒരു ലോ സ്ട്രെയിൻ വരുമ്പോൾ തന്നെ എന്താണ്, ഷിയർ സ്ട്രെങ്ത് കൂടുതലായിരിക്കും, മോർ ഷിയർ സ്ട്രെങ്ത് ഉണ്ടാവും അതിന്. ഇനി ഹയർ സ്ട്രെയിൻ വരുന്ന കണ്ടീഷനിലാണെങ്കിലോ അതെങ്ങനെയായിരിക്കും, വെറ്റ് ഓഫ് ഒപ്റ്റിമത്തിനാണ് മോർ ഷിയർ സ്ട്രെങ്ത് വരിക. ഇപ്പൊ നമ്മൾ മുന്നേ ഈ രണ്ടും പറഞ്ഞ പോലെ തന്നെയാണ് ഇതും വരുന്നത്. ഓക്കെ, ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിൽ കോമ്പാക്ട് ചെയ്തേക്കുന്ന ഒരു സോയിൽ ആണെന്നുണ്ടെങ്കിൽ ലോ സ്ട്രെയിനിൽ തന്നെ എന്തായിരിക്കും, അതിന് കൂടുതൽ ഷിയർ സ്ട്രെങ്ത് ഉണ്ടാവും. വെറ്റ് ഓഫ് ഒപ്റ്റിമത്തിൽ കോമ്പാക്ട് ചെയ്തേക്കുന്ന ഒരു സോയിൽ ആണെങ്കിൽ അതിന് ഹൈ സ്ട്രെയിൻ വരുമ്പോഴാണ് മോർ ഷിയർ സ്ട്രെങ്ത് ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്തതാണ് സോയിലിന്റെ സ്ട്രക്ചർ. അതും എന്താണ്, നമ്മൾ കോമ്പാക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഈ സോയിൽ പാർട്ടിക്കിൾസ് അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യും അല്ലേ. ഇപ്പൊ ഡ്രൈ ഓഫ് ഒപ്റ്റിമം കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു സോയിലിനാണ് നമ്മൾ കോമ്പാക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് ഫ്ലക്യുലേറ്റഡ് സ്ട്രക്ചർ ആയിരിക്കും. വെറ്റ് ഓഫ് ഒപ്റ്റിമത്തിലുള്ള ഒരു സോയിലിനാണ് നമ്മൾ കോമ്പാക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ഈ ഫ്ലക്യുലേറ്റഡ് സ്ട്രക്ചറിന് കാരണം എന്താന്ന് വെച്ചാൽ സോയിൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കൊണ്ടാണ്. അവിടെ ലോ വാട്ടർ കണ്ടന്റ് ആണ് ഉള്ളത് ഈ ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിൽ. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഡ്രൈ ഓഫ് ഒപ്റ്റിമം എന്ന് വെച്ചാൽ ആ സോയിൽ അധികം വാട്ടർ ഇല്ല, അതുകൊണ്ട് തന്നെ എന്താണ്, ഈ സോയിൽ പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്ഷൻ ഉണ്ടായിരിക്കും ഡ്യൂ ടു ദ അട്രാക്ഷൻ ബിറ്റ്വീൻ സോയിൽ പാർട്ടിക്കിൾസ്. അതിന് ഫ്ലക്യുലേറ്റഡ് സ്ട്രക്ചർ ആണ്. വെറ്റ് ഓഫ് ഒപ്റ്റിമം എന്ന് വെച്ചാൽ ആ സോയിലിൽ വാട്ടർ ഉണ്ട്, വാട്ടർ കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സോയിൽ പാർട്ടിക്കിൾസ് തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പൊ അതിനൊരു ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ ആയിരിക്കും. അതിന്റെ ഫിഗർ ആണ് ഈ കാണിച്ചേക്കുന്നത്. ഒന്നാമത്തേതാണ് ഫ്ലക്യുലേറ്റഡ് സ്ട്രക്ചർ, സെക്കൻഡ് വൺ ആണ് ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ. സോയിൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ അടുത്ത പ്രോപ്പർട്ടി ആണ് സ്വെല്ലിംഗ് ഓഫ് സോയിൽ. ജനറലി സംഭവിക്കുന്ന ഒരു കാര്യം, കോമ്പാക്റ്റഡ് സോയിലിന് എന്താണ്, സ്വെല്ലിംഗ് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഈ രണ്ട് കണ്ടീഷൻ, ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിൽ കോമ്പാക്ട് ചെയ്ത സോയിൽ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അതിൽ വാട്ടർ കണ്ടന്റ് കുറവായിരിക്കും അല്ലേ. അപ്പൊ അത് വാട്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് സ്വെല്ല് ചെയ്യും. ഓക്കെ, ഇനി വെറ്റ് ഓഫ് ഒപ്റ്റിമത്തിലുള്ള ഒരു സോയിൽ ആണെങ്കിലോ അതിൽ ഓൾറെഡി വാട്ടർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വാട്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചുള്ള സ്വെല്ലിങ്ങും കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. ഓക്കെ, അപ്പൊ സ്വെല്ലിംഗ് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സോയിലിനെ വെറ്റ് ഓഫ് ഒപ്റ്റിമത്തിലാണ് കോമ്പാക്ട് ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ഷ്രിങ്കേജ് ഓഫ് സോയിൽ. ഷ്രിങ്കേജ് ഓഫ് സോയിലും ഈ പറഞ്ഞതുപോലെ തന്നെ കോമ്പാക്റ്റഡ് സോയിൽസിന് എന്താണ്, ലെസ് ഷ്രിങ്കേജ് ആണ് ഡ്രൈ ആവുമ്പോൾ സംഭവിക്കുക. കാരണം അത് ഓൾറെഡി നമ്മൾ വാട്ടർ ഒക്കെ കൊടുത്ത് ഡെൻസിഫൈ ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ അത് ഡ്രൈ ആവുന്ന സമയത്ത് കാര്യമായ ഷ്രിങ്കേജും കാര്യങ്ങളൊന്നും അതിലുണ്ടാവുന്നില്ല. പക്ഷേ വെറ്റ് ഓഫ് ഒപ്റ്റിമത്തിൽ കോമ്പാക്ട് ചെയ്തേക്കുന്ന ഒരു സോയിൽ ആണെങ്കിൽ എന്താ പറ്റുക, അതിൽ ഓൾറെഡി കുറെ വാട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ അത് ഡ്രൈ ആവുന്ന സമയത്ത് അവിടെ കൂടുതൽ ഷ്രിങ്കേജ് സംഭവിക്കും. അതിൽ നിന്ന് ഒരുപാട് വാട്ടർ പോയി കഴിഞ്ഞാൽ അതൊന്നും എന്ത് ചെയ്യും, അതിന് ഷ്രിങ്കേജ് ഉണ്ടാകും. അതേപോലെ ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിലാണെങ്കിലോ അത്രയും ഉണ്ടാവില്ല. കാരണം അതിനകത്ത് ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിൽ കോമ്പാക്ട് ചെയ്തേക്കുന്ന സോയിൽ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഇതേപോലെ എക്സ്ട്രാ വാട്ടറും കാര്യങ്ങളൊന്നും ഇല്ല. അത് കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ ഷ്രിങ്കേജ് ശരിക്കും വെറ്റ് ഓഫ് ഒപ്റ്റിമത്തിൽ കോമ്പാക്ട് ചെയ്തൊരു സോയിലിനാണ് കൂടുതലും നമുക്ക് അനുഭവപ്പെടുക. ഇനി അടുത്തതാണ് പോർ വാട്ടർ പ്രഷർ. ശരിക്കും കോമ്പാക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്താ, നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു, ഈ പോർസ് എല്ലാം എന്ത് ചെയ്യാണ്, റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ കോമ്പാക്ഷൻ ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഈ പോർ വാട്ടർ പ്രഷർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, സോയിലിലെ വാട്ടർ കണ്ടന്റിനനുസരിച്ചിട്ടാണ് ഈ പോർ വാട്ടർ പ്രഷറും ഉണ്ടാവുക. ഇപ്പൊ സോയിലിലെ വാട്ടർ കണ്ടന്റ് ഹൈ ആണെന്നുണ്ടെങ്കിൽ പോർ വാട്ടർ പ്രഷറും ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വെറ്റ് ഓഫ് ഒപ്റ്റിമത്തിൽ കോമ്പാക്ട് ചെയ്യുന്ന സോയിലിനാണ് മോർ പോർ വാട്ടർ പ്രഷർ ഉണ്ടായിരിക്കുക. കാരണം അതിലാണ് എന്ത്, ഹൈ വാട്ടർ കണ്ടന്റ് ഉള്ളത്. ഇനി അടുത്തതാണ് സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ ഓഫ് കോമ്പാക്റ്റഡ് സോയിൽ. ഇപ്പൊ നമ്മൾ സോയിൽ ഡ്രൈ ആവുമ്പം അതൊന്ന് കോമ്പാക്റ്റ് ആവണമെങ്കിൽ നമ്മൾ നല്ല ലോഡ് കൊടുക്കണം അല്ലേ. അപ്പൊ അവിടെ സ്ട്രെസ് കൂടുമ്പോൾ സ്ട്രെയിൻ കുറവായിരിക്കും. ഇനി വെറ്റ് കോമ്പാക്റ്റഡ് സോയിലാണെങ്കിലോ കുറഞ്ഞ ലോഡ് മതി, അപ്പോൾ കുറഞ്ഞ സ്ട്രെസ്സിൽ തന്നെ നമുക്ക് കൂടുതൽ സ്ട്രെയിൻ വരും. അത് ശരിക്കും ഈ ഗ്രാഫ് വെച്ച് പഠിക്കുന്നതാണ് കുറച്ചും കൂടി നന്നാവുക. ഓക്കെ, അപ്പൊ ഇതിന്റെ എക്സ് ആക്സിസിലെ ആക്സിയൽ സ്ട്രെയിൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് ദ സോയിൽ ഡീഫോംസ് വെൻ സ്ട്രെസ്ഡ്. ഓക്കെ, സ്ട്രെസ് വരുമ്പം സോയിലിന് എത്രത്തോളം ഡീഫോർമേഷൻ സംഭവിക്കും അതാണ് എക്സ് ആക്സിസിൽ കാണിക്കുന്നത്. വൈ ആക്സിസിലാണെങ്കിലോ സ്ട്രെസ്, അതായത് ഇന്റൻസിറ്റി ഓഫ് അപ്ലൈഡ് ലോഡാണ് ആ ഒരു
y ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ ഓഫ് കോമ്പാക്റ്റഡ് സോയിൽ പറയുന്നത്. അപ്പം നമ്മൾ ഈ ചിത്രം ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ഇപ്പോൾ വെറ്റ് കോമ്പാക്റ്റഡ് സോയിലും ഡ്രൈ കോമ്പാക്റ്റഡ് സോയിലും തമ്മിലുള്ള ആ ഒരു ഗ്രാഫ്, അതിന്റെ വ്യത്യാസമാണ് ഈ കാണിച്ചേക്കുന്നത്. ഇപ്പൊ ഡ്രൈ കോമ്പാക്റ്റഡ് കണ്ടോ, കുറച്ചും കൂടി സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് കാണിക്കുന്നത്. അതായത് അവിടെ പറയുന്നത് എന്താ, സോയില് ഡ്രൈ ആവുമ്പം അത് കോമ്പാക്റ്റ് ആണെങ്കിൽ നമ്മൾ നല്ല ലോഡ് കൊടുക്കണം അല്ലേ. അപ്പൊ അവിടെ കണ്ടോ സ്ട്രെസ്സും നല്ല ഹൈ ആണ്. അപ്പൊ അവിടെ സ്ട്രെസ് കൂടുമ്പോൾ എന്തായിരിക്കും, സ്ട്രെയിൻ കുറവായിരിക്കും. ഇനി വെറ്റ് കോമ്പാക്റ്റഡ് സോയിൽ ആണെങ്കിലോ കുറച്ച് ലോഡ് മതി, അപ്പൊ എന്താണ്, കുറഞ്ഞ സ്ട്രെസ്സിൽ തന്നെ നമുക്ക് സ്ട്രെയിൻ കൂടുതലായിരിക്കും. അതാണ് ഈ ഗ്രാഫ് കൊണ്ട് കാണിക്കുന്നത്. ഈ ഗ്രാഫും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ ഓഫ് കോമ്പാക്റ്റഡ് സോയിൽ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രാഫും നിങ്ങൾ വരയ്ക്കുക. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ പറഞ്ഞ പോയിന്റ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഇനി അത്രയാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് പറയുന്നത്. നമ്മൾ കോമ്പാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസിന് വരുന്ന ചേഞ്ചസ്. ഓക്കെ, എത്ര എണ്ണം ഉണ്ടായിരുന്നു, പെർമിയബിലിറ്റി, കംപ്രസിബിലിറ്റി, ഷിയർ സ്ട്രെങ്ത്, സോയിൽ സ്ട്രക്ചർ, സ്വെല്ലിംഗ് ഓഫ് സോയിൽ, ഷ്രിങ്കേജ് ഓഫ് സോയിൽ, പോർ വാട്ടർ പ്രഷർ, പിന്നെ സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ ഓഫ് സോയിൽ. ഇപ്പൊ പെർമിയബിലിറ്റി ശരിക്കും റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെന്താ, ഡ്രൈ സോയിൽ കോമ്പാക്റ്റഡ് അറ്റ് ഡ്രൈ ഓഫ് ഒപ്റ്റിമം, അതിനായിരിക്കും കൂടുതൽ പെർമിയബിലിറ്റി ഉണ്ടായിരിക്കുക കമ്പയർഡ് ടു വെറ്റ് ഓഫ് ഒപ്റ്റിമം. അതറിയാലോ, കാരണം സോയിൽ ഡ്രൈ കണ്ടീഷനിലാണ്, വാട്ടറിന് എന്ത് ചെയ്യാം, അതിനകത്തേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. പിന്നെ കംപ്രസിബിലിറ്റി, ഈ പറഞ്ഞ പോലെ കംപ്രസിബിലിറ്റി റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ലോ പ്രഷർ റേഞ്ച് ആണെങ്കിൽ സോയിൽ കോമ്പാക്റ്റഡ് അറ്റ് വെറ്റ് ഓഫ് ഒപ്റ്റിമം ആയിരിക്കും മോർ കംപ്രസിബിൾ. പിന്നെ ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിൽ കോമ്പാക്ട് ചെയ്ത സോയിൽ ആണെങ്കിലോ ഹൈ പ്രഷർ റേഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും, അതിന് കംപ്രസിബിലിറ്റി കൂടുതലായിരിക്കും. ഷിയർ സ്ട്രെങ്ത് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ എന്താണ്, ഇൻക്രീസിങ് ദ റെസിസ്റ്റൻസ് ടു ഷിയർ ഫോഴ്സസ് ആണ് നമ്മൾ കോമ്പാക്ഷൻ കൊടുക്കുമ്പോൾ സംഭവിക്കുക. പിന്നെ സോയിൽ സ്ട്രക്ചറും എന്ത് ചെയ്യും, കോമ്പാക്ഷൻ ചെയ്യുമ്പോൾ സോയിൽ പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യും. ഡ്രൈ ഓഫ് ഒപ്റ്റിമം എന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ, അല്ലെങ്കിൽ സോയിൽ ഡ്രൈ ആണെങ്കിൽ അവിടെ ഫ്ലക്യുലേറ്റഡ് സ്ട്രക്ചറും, വെറ്റ് ഓഫ് ഒപ്റ്റിമം എന്നുള്ള രീതിയിലാണ് കോമ്പാക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് സോയിലിന് ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചറും ആയിരിക്കും കിട്ടുക. സ്വെല്ലിങ്ങും ശരിക്കും റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. ഡ്രൈ ഓഫ് ഒപ്റ്റിമം കണ്ടീഷനിലാണ് കോമ്പാക്ട് ചെയ്യുന്നതെങ്കിൽ അവൾ വാട്ടർ കണ്ടന്റുമായിട്ട് കോണ്ടാക്ട് വരുമ്പം സോയിൽ സ്വെല്ല് ചെയ്യും പെട്ടെന്ന്. വെറ്റ് ഓഫ് ഒപ്റ്റിമം കണ്ടീഷനിലാണ് കോമ്പാക്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ്, അവിടെ പ്രത്യേകിച്ച് സ്വെല്ലിങ് കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. ഇനി ഷ്രിങ്കേജ് പറയുകയാണെങ്കിലോ ലെസ് ഷ്രിങ്കേജ് ആണ്, ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ ലെസ് ഷ്രിങ്കേജ് ആണ് ഉണ്ടാവുക. പിന്നെ വെറ്റ് ഓഫ് ഒപ്റ്റിമത്തിലാണെന്നുണ്ടെങ്കിൽ ഈ വാട്ടർ കണ്ടന്റ് പോകുന്നത് കൊണ്ട് തന്നെ ഷ്രിങ്കേജ് കൂടുതൽ സംഭവിക്കും. ഡ്രൈ ഓഫ് ഒപ്റ്റിമത്തിലാണെങ്കിൽ അതൊരു സ്റ്റേബിൾ കണ്ടീഷനിലായിരിക്കും. പിന്നെ പോർ വാട്ടർ പ്രഷർ നമ്മൾ പറഞ്ഞു, ഈ പോർ വാട്ടർ പ്രഷർ വാട്ടർ കണ്ടന്റ് ഹൈ ആവുമ്പോഴാണ് പോർ വാട്ടർ പ്രഷർ ഹൈ ആയിട്ടുണ്ടാവുക. അപ്പോൾ വെറ്റ് ഓഫ് ഒപ്റ്റിമം കണ്ടീഷനിൽ ഇരിക്കുന്ന സോയിലാണ് കൂടുതൽ വാട്ടർ ഉള്ളത്, അതുകൊണ്ട് തന്നെ അവിടെയായിരിക്കും പോർ വാട്ടർ പ്രഷർ കൂടുതൽ ഉണ്ടാവുക. പിന്നെ ഈ സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ ഓഫ് സോയിൽ, അത് നമ്മൾ പറഞ്ഞു. സോയില് ഡ്രൈ കണ്ടീഷൻ ആകുമ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ നല്ല ലോഡ് കൊടുക്കണം. സ്ട്രെസ് കൂടുമ്പോൾ അപ്പോൾ അവിടെ സ്ട്രെയിൻ കുറവായിരിക്കും. ഈ സോയിൽ കോമ്പാക്റ്റ് ആവണമെങ്കിൽ, ഡ്രൈ സോയിൽ കോമ്പാക്റ്റ് ആവണമെങ്കിൽ നമ്മൾ നല്ല ലോഡ് കൊടുക്കണം. അപ്പോൾ അവിടെ സ്ട്രെസ് കൂടുമ്പോൾ എന്തായിരിക്കും, സ്ട്രെയിൻ കുറവായിരിക്കും. ഇനി വെറ്റ് കോമ്പാക്റ്റഡ് സോയിൽ ആണെങ്കിൽ ചെറിയ ലോഡ് മതി, അപ്പം തന്നെ എന്ത് ചെയ്യണം, ഈ കുറഞ്ഞ സ്ട്രെസ്സിൽ തന്നെ എന്തായിരിക്കും, സ്ട്രെയിൻ കൂടുതൽ ആയിരിക്കും. ആ രീതിയിലാണ് അതിൻ്റെ ഒരു ഗ്രാഫും കാര്യങ്ങളും ഉള്ളത്. ഇത്രയുമാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് കോമ്പാക്റ്റഡ് സോയിൽ എന്ന് പറയുന്നത്.